കഴിഞ്ഞ ഒരു ആഴ്ചയിലധികമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പൊതുജനാരോഗ്യ രംഗത്തെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയെ വളരെ ബോധപൂർവം ഈ സർക്കാർ തകർക്കുകയാണ്. ഇത് കേവലം ഒരു അനാസ്ഥയുടെ വിഷയമല്ല. അറിഞ്ഞുകൊണ്ട് കേരള സർക്കാർ, അതിന്റെ ഒരു ഇടതുപക്ഷ സർക്കാർ ആശുപത്രികളെ തകർത്ത് സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അതിശയോക്തിയോടുകൂടിയുള്ള ആരോപണമാണ് എന്ന് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, തിരുവനന്തപുരം പാറശാല വരെ പോയി നോക്കിയാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്രമാത്രം സ്വകാര്യ ആശുപത്രികളാണ്, വലിയ സൂപ്പർ ഡീലക്സ് ആശുപത്രികളാണ് കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സംസ്ഥാനത്തിന് വെളിയിലും രാജ്യത്തിന് വെളിയിലുമുള്ള വലിയ പണക്കാര്, കോർപ്പറേറ്റ് ഭീമന്മാര് കേരളത്തിൽ വന്ന് ആശുപത്രികൾക്ക് വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപ മുതൽ മുടക്കുകയാണ്. ഞാനൊരു ആരോപണം ഉന്നയിക്കുന്നതല്ല. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ സ്വകാര്യ ആശുപത്രി ലോബികൾ. ഇന്ന് കേരളത്തിൽ വൻകിട പണക്കാർ ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കുന്നത് സ്വകാര്യ ആശുപത്രി മേഖലയിലാണ്. 100 കണക്കിന് വലിയ സ്വകാര്യ ആശുപത്രികളാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ മുളച്ചു കൊണ്ടിട്ടുള്ളത്. തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെയുള്ള ചെറിയ സ്വകാര്യ ആശുപത്രികൾ പോലും കർണാടകയിലും ആന്ധ്രയിലും മുംബൈയിലുമെല്ലാമുള്ള വൻകിട പണക്കാർ വന്ന് മോഹവിലയ്ക്ക് അവർ ആശുപത്രികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സഹായിക്കുന്ന നടപടിയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന ആരോഗ്യമന്ത്രിയും ചെയ്യുന്നത്. അതിന് കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും ഇപ്പോൾ വില കൊടുക്കേണ്ടി വരികയാണ്. ഇവിടെ പറഞ്ഞു മുഖ്യമന്ത്രി നേരെ അമേരിക്കയിലേക്ക് പോയി. ഈ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ പാവപ്പെട്ടവർ മാത്രമല്ല പണക്കാരും സർക്കാർ ആശുപത്രികളെയാണ് സമീപിക്കുന്നത്. അത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്. വളരെ വലിയ താത്വിക ആചാര്യനായിട്ടുള്ള മന്ത്രി MP രാജേഷ് ഇത്രയും സർക്കാർ ആശുപത്രികളിലൂടെ ഉണ്ടായിട്ടും എവിടെ ചികിത്സിക്കുന്നത്? നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് എവിടെ ചികിത്സിക്കുന്നത്? ഈ വീണ ജോർജ് എവിടെ ചികിത്സിക്കുന്നത്? കേരളത്തിലെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാവരും സർക്കാർ ആശുപത്രികളിൽ പോകുന്നില്ല. സർക്കാർ ആശുപത്രികളിൽ പോയാൽ സാധാരണക്കാരനായ പൗരന്മാരുടെ ആശങ്ക പോലെ മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും അവരുടെ ജീവൻ കിട്ടുമോ എന്നുള്ള സംശയമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ തന്നെ ഭയമുണ്ട്. കാരണം ഇത് മുഴുവൻ ചോരുകയാണ്. ഇവിടെ എപ്പോഴാണ് ഇടിഞ്ഞു വീഴുക എന്നറിയില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ ആശുപത്രിയുടെ എല്ലാ അവസ്ഥ. ഡോക്ടർമാരില്ല, ഗുരുതരമായ പ്രശ്നമാണ്. ശൈലജ ടീച്ചറെ, നമ്മുടെ കണ്ണൂരുകാരി ടീച്ചറമ്മ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ വലിയൊരു പ്രഖ്യാപനം നടത്തി. സർക്കാർ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് അവസാനിപ്പിക്കും. സർക്കാർ ഡോക്ടർമാർ ലീവ് എടുത്ത് സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു ശക്തമായ നടപടിയെടുക്കും. ഞാൻ ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ആ പ്രഖ്യാപനം എന്തായി? കേരളത്തിൽ ഇന്നും 3-1 ഡോക്ടർമാർ ലീവിലാണ്. സ്വകാര്യ പ്രാക്ടീസാണ്. പലരും വിദേശത്ത് വരെ പോയി. ഒരു നടപടിയുമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ PSC നിയമന നിരോധനമുള്ളത് ആരോഗ്യ മേഖലയിലാണ്. നഴ്സുമാരുടെ നിയമനം നടക്കുന്നില്ല, ഡോക്ടർമാരുടെ നിയമനം നടക്കുന്നില്ല, ടെക്നീഷ്യൻസിന്റെ നിയമനം നടക്കുന്നില്ല, ഒരു നിയമനവും നടക്കുന്നില്ല. ആകെ നടക്കുന്നത് കരാർ നിയമനങ്ങൾ മാത്രം. പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന പേര്.
ശമ്പളം കൊടുക്കുന്നത് ദേശീയ ആരോഗ്യ മിഷന്റെ കാശ് കൊണ്ടാണ്. പക്ഷേ ഇവിടെ നിയമിക്കുന്നത് പാർട്ടിക്കാരെ. അപ്പൊ ആശുപത്രികളിൽ നിയമനമില്ല, ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് അവസാനിപ്പിക്കുന്നില്ല, കൃത്യമായ മരുന്ന് വിതരണമില്ല, സർജിക്കൽ ഉപകരണങ്ങളില്ല, ജീവനക്കാരില്ല, ആരോഗ്യ പ്രവർത്തകരില്ല. സമ്പൂർണമായി വളരെ ബോധപൂർവം പൊതുജനാരോഗ്യ രംഗത്തെ തകർക്കുകയാണ് ഈ ഇടതുപക്ഷ സർക്കാർ. അത് സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടിയും സഹകരണ മേഖലയിൽ അവർ നടത്തുന്ന ആശുപത്രികൾക്ക് വേണ്ടിയുമാണ്. കണ്ണൂർ നഗരം നിങ്ങൾ നോക്ക്, കോഴിക്കോട് നഗരം നിങ്ങൾ നോക്ക്, മലപ്പുറത്ത് നിങ്ങൾ നോക്ക്, കേരളത്തിലെ എല്ലാ നഗരങ്ങളും നിങ്ങൾ നോക്ക്. നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും സർക്കാർ ആശുപത്രികളെ എന്തിനാണ് തകർക്കുന്നതെന്ന്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ എത്ര വലിയ സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ മാത്രം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവർക്ക് ഇത്രയും കൊയ്ത്ത് നടത്താൻ സാധിക്കുന്നത്? സമ്പൂർണമായിട്ട് സർക്കാർ ആശുപത്രികളെ തകർത്തത് കൊണ്ടാണ്. ഇവിടെ 3 കൊല്ലമായില്ലേ ഒരു വലിയ കെട്ടിടം ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത്. ഒരു കെട്ടിടം നന്നാക്കാൻ 3 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവർ, ആരോഗ്യരംഗത്ത് ചെലവഴിക്കാൻ കാശില്ലാത്തത് കൊണ്ടല്ല. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ദേശീയ ആരോഗ്യ മിഷൻ കേരളത്തിന് മാത്രം നൽകിയത് 7500 കോടി രൂപയാണ്. പ്രത്യേക പദ്ധതികൾക്കായി 2500 കോടി രൂപ വേറെയും. ഈ പണമല്ല എവിടെയാ പോയത്? എന്താ മരുന്നില്ലാത്തത്? അപ്പോൾ ഇത് വളരെ ബോധപൂർവമായിട്ടുള്ള നടപടിയാണ്. ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരേ ഒരു സർക്കാരാണ് പൊതുജനാരോഗ്യത്തെ ഇതുപോലെ തകർത്ത് സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടി അവരുടെ താല്പര്യത്തിന് വേണ്ടി ഇത് ചെയ്യുന്നത്. ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രിയെ സമീപിക്കാൻ ധൈര്യമില്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നു. ആശുപത്രിയിൽ പോകുമ്പോ രാമച്ചവും പെട്ടിയൊക്കെ റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമോ എന്നുള്ള ഭയമാണ്. കൊച്ചു കുട്ടികളെ വരെയല്ല അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ, കാലിന് ശസ്ത്രക്രിയ ചെയ്യാൻ പോയാൽ കൈക്കാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. കണ്ണു കാണിക്കാൻ പോകുന്നതിന്റെ മൂക്കാണ് പൊളിക്കുന്നത്. സർജറി കഴിഞ്ഞാൽ വയറ്റിൽ കത്തിയിട്ട് ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഇത് എത്ര സംഭവങ്ങളായി കേരളത്തിൽ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുപ്പിച്ചില്ല കേരളത്തിൽ. ഇത് നമ്മുടെ നാട്ടിലല്ല, വല്ല വേറെ ഏതെങ്കിലും നാട്ടിലാണെങ്കിൽ, വല്ല ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ DAF ഇവരൊക്കെ ഇവിടെ പോയി ചത്തോ? ഈ DAFക്കാരൊക്കെ ഇവിടെ ഇറങ്ങി എന്തെല്ലാം നാടകങ്ങൾ കളിക്കുമായിരുന്നു. 3 കൊല്ലം കാലാവധി കഴിഞ്ഞ മരുന്ന് വീണ ജോർജിന്റെ സ്വന്തം ജില്ലയിൽ വിറ്റഴിച്ചത് നമ്മൾ മറന്നോ ഇത്ര വേഗം? എന്തെല്ലാം ഗുരുതരമായിട്ടുള്ള അനാസ്ഥയും പിഴവുമാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇതിനെല്ലാം ഉത്തരവാദി ഈ സർക്കാരാണ്. കോവിഡിന്റെ ദുരന്തകാലത്ത് പോലും തീവെട്ടിക്കൊള്ളയല്ല നിങ്ങൾ നടത്തിയത്. 500 രൂപയ്ക്ക് കിട്ടേണ്ട PP കിറ്റ് 1500 രൂപ വില കൊടുത്ത് നിങ്ങൾ വാങ്ങിയില്ലേ? 20 പൈസയ്ക്ക് വാങ്ങാമായിരുന്ന B കോംപ്ലക്സ്, വൈറ്റമിൻ C ഗുളികകൾ 1.5 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിയില്ലേ? കോവിഡ് കാലത്ത് ഒരു മാസ്കിന് നിങ്ങൾ എത്രയാണ് അന്ന് ഈടാക്കിയത്? ഇതെല്ലാം ജനം മറന്നിട്ടുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് തീവെട്ടിക്കൊള്ള ഒരു വശത്ത്, സ്വകാര്യ ആശുപത്രിയെ ലോബിയെ സഹായിക്കാനുള്ള നീക്കമാണ് ഈ പൊതുജനാരോഗ്യം തകർക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ആരോഗ്യ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുന്നത് വരെ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള തീരുമാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങളെ ഇരുത്തിപ്പൊറപ്പിക്കാത്ത തരത്തിലുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.